ഇപ്പോൾ SIR കേരളത്തിൽ നടപ്പാക്കുന്നതിനെതിരെ ശക്തിയായ രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ തുടർച്ചയായി AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ളൊരു സെമിനാർ ഏറ്റവും ശ്രദ്ധേയമായ വിദഗ്ധരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ ഒക്ടോബറിൽ സാധിക്കണം. ഒക്ടോബർ അവസാനത്തെ ആഴ്ചയാകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഇതിനെതിരായിട്ട് സംഘടിപ്പിക്കുകയും വേണം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തീരുമാനിച്ചത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന് ലഭിക്കേണ്ടുന്ന ഒരു സ്ഥാപനമായിരുന്നു. നിരവധി പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് എയിംസ് അനുവദിക്കും എന്ന് പറയുകയും LDF ഗവൺമെൻറ്റും MPമാരുൾപ്പെടെ തുടർച്ചയായി കേന്ദ്രത്തോട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 19/6/2014 എന്ന് പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 16/7/2014 കോഴിക്കോട് ജില്ലയിലെ കിനാനൂരിലെ 150 ഏക്കർ ഭൂമി കണ്ടെത്തുകയും ഇക്കാര്യം 9/1/2017 സംസ്ഥാന ആരോഗ്യ വകുപ്പ് കേന്ദ്ര ആരോഗ്യ വകുപ്പിന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് കേന്ദ്ര സംഘം കേരളത്തിലെത്തുകയും നിർദ്ദിഷ്ട സ്ഥലം പരിശോധിച്ച് തൃപ്തിപ്പെടുകയും ചെയ്തു. അവർ നിർദ്ദേശിച്ചതനുസരിച്ച് 150 ഏക്കറയാണ് നേരത്തെ കണ്ടിരുന്നത്. 50 ഏക്കർ കൂടി ഭൂമി എക്വയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയും നടന്നു വന്നു. കേന്ദ്ര സംഘം നിർദ്ദേശിച്ച കോഴിക്കോട് സ്ഥലത്ത് എയിംസ് അനുവദിക്കണമെന്ന ശുപാർശയോടെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ധനവകുപ്പിന് അതിനെ തുടർന്ന് കത്തയച്ചു. അതിനുള്ള മറുപടി കേരളത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ തന്നെ കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശുപാർശ. ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ കിനാനൂരിലെ നിർദ്ദിഷ്ട സ്ഥലം അനുയോജ്യമല്ലെന്ന് കേരളത്തോട് പറഞ്ഞിട്ടേയില്ല. അപ്പോൾ വിവിധ സന്ദർഭങ്ങളിലായി കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു എങ്കിലും നിരാശയായിരുന്നു മുൻകാലങ്ങളിലെല്ലാമുള്ള നമ്മുടെ അനുഭവം. ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യം, BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു മന്ത്രിയും കേരളത്തിലെ BJP നേതൃത്വത്തിലൊരു വലിയ വിഭാഗവും രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞ് അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും ഭാഗമായി കേരളത്തിന് എയിംസ് നഷ്ടപ്പെടുന്ന അതിനു വേണ്ടിയുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇവരുടെ തമ്മിലുള്ള തർക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വികസന കാര്യത്തിലെങ്കിലും യോജിച്ച് നിൽക്കുക എന്നത് അവർക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല. BJPക്കാരുടെ തമ്മിലടി അവസാനിപ്പിക്കണം. സർക്കാരും കേന്ദ്ര സംഘവും കണ്ടെത്തിയ കിനാനൂർ എയിംസ് അടിയന്തരമായി അനുവദിക്കണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഈ കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രമന്ത്രി പറഞ്ഞത് അവർ 2 സ്ഥലം പറഞ്ഞിട്ട് ആ 2 സ്ഥലത്തില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്നാണ്. നിരുത്തരവാദപരമായ രീതിയിലാണ് കേന്ദ്രമന്ത്രി പെരുമാറുന്നത്. കേരളത്തിന് നിശ്ചയമായും ലഭിക്കേണ്ടുന്ന എയിംസിനെ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭാവിയെ തന്നെ തകർക്കാൻ
കൂട്ടുനിൽക്കുന്ന നിലപാടാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിർബന്ധപൂർവം കേരളത്തിൻ്റെ എയിംസ് നമുക്ക് ലഭിക്കണം. അത് സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ സംഘർഷം ഉണ്ടാക്കി അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും അത് തമിഴ്നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന രീതിയിലും പരാമർശിക്കുന്ന കേന്ദ്ര മന്ത്രിയുടെ സമീപനത്തെ അതിശക്തിയായിട്ട് കേരളം അപലപിക്കേണ്ടതാണ്.